എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏപ്രിൽ 22-നാണ് രാജ്യത്തെ നടുക്കിയ പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതായത് ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ ഒരു ഉപസംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയാണ് പെഹൽഗാം ഭീകരാക്രമണം നടത്തിയത്. അപ്പോൾ ഹഷീം മൂസ എന്ന് പറയുന്ന, അതായത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരു കമാൻഡോ ആയിരുന്നു ഹഷീം മൂസ. ആ ഹഷീം മൂസയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത്. അത് നിരപരാധികളായ 26ഓളം ടൂറിസ്റ്റുകളെ, ഹിന്ദു ടൂറിസ്റ്റുകളെ, അവർ ഹിന്ദുക്കളാണ് ഉറപ്പുവരുത്തിയതിനു ശേഷം മുണ്ടുപൊക്കി നോക്കി കലിമ ചൊല്ലിപ്പിച്ച് മതം തിരിച്ച് വേർതിരിച്ച് നിർത്തിയ ശേഷം തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു. അപ്പോൾ 26ഓളം പേരാണ് നിരപരാധികളായ ടൂറിസ്റ്റുകൾ അവിടെ കൊല്ലപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ നടന്നൊരു ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്ന പരിപാടിയിൽ എന്താ പറയുക, ഇതിന് നേതൃത്വം നൽകിയ ഹഷീം മൂസയും കൂടാതെ 4-5 തീവ്രവാദികളെയും ചേർത്ത് ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തി. ഏകദേശം 90ഓളം ബുള്ളറ്റുകളൊക്കെ ഹഷീം മൂസയുടെ തലയിൽ തുളച്ചു കയറി എന്നുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്നൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായി ഈ ഹഷീം മൂസയെ തട്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ പാർലമെന്റിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ എന്താ പറയുക ചോദ്യം ഉന്നയിച്ചു. അത് അവർ പാകിസ്ഥാൻകാരാണെന്ന് എന്താണെന്ന് തെളിവെന്നൊക്കെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമിത്ഷാ നരേന്ദ്രമോദിക്ക് അതിശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് എയറിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അതും അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവന്മാരൊന്ന് ജീവനോടെ പിടിക്കാഞ്ഞത്. അതായത് എല്ലാത്തിനും തീർത്ത് കളഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അതായത് അവസാന നിമിഷം എന്താണ് ജീവന് വേണ്ടി കേണുന്നു. അതായത് എനിക്ക് ജീവിക്കണം, എന്നെ എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ. ഇവരൊന്നും രക്ഷിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ടാക്സ് കൊണ്ട് ഇവരെ തീറ്റി പൊട്ടേണ്ടി വരും. അപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹഷീം മൂസയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്താകമാനം മയ്യത്ത് നിസ്കാരം നടത്തിയെന്നുള്ളൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിലും നടന്നിട്ടുണ്ടോ അതിനൊരു സ്ഥിരീകരണം ഇല്ല കേട്ടോ. അങ്ങനെ ഒരു മയ്യത്ത് നമസ്കാരം കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിനായാലും ഇവിടുത്തെ അഥവാ ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യധാര മെയിൻ സ്ട്രീം മീഡിയാസൊന്നും അത് റിപ്പോർട്ട് ചെയ്യില്ല. സോഷ്യൽ മീഡിയയിൽ അത്തരം വാർത്തകളോ വീഡിയോകൾ വന്നാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ അറിയൂ. അത് നമുക്ക് അതിനെ എന്താ പറയുക സംശയിക്കേണ്ടിയിരിക്കുന്നത്, അത്തരത്തിലുള്ളൊരു മയ്യത്ത് നമസ്കാരം ഹഷീം മൂസയ്ക്ക് വേണ്ടിയുള്ള ഒരു മയ്യത്ത് നമസ്കാരം കേരളത്തിൽ നടന്നിട്ടുണ്ടോ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ, അതിൽ പിടിക്കപ്പെട്ട അജ്മൽ കസബ് എന്ന് പറയുന്ന അവനെ തൂക്കിക്കൊന്നപ്പോൾ ഇവർ കേരളത്തിലടക്കം മയ്യത്ത് നമസ്കാരം നടത്തിയിരുന്നു. പിന്നെ അതുമാത്രമല്ല ഇവിടുന്ന് ISIS-ലേക്ക് പോയിട്ട് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ISIS-ലേക്ക് പോയിട്ട് വെടിയിട്ട് മരിച്ച കുറേ തീവ്രവാദികളുണ്ടായിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹഷീം മൂസയ്ക്ക് വേണ്ടിയിട്ടും ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതന്നെ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത്. അതായത് ഇത് ആദ്യം നടക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം നടക്കേണ്ടത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത വന്നില്ല എന്നൊക്കെ അവരൊക്കെ ഇപ്പം ആശ്ചര്യപ്പെടുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ ഹഷീം മൂസയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഇത് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗാൾ, ഈ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ ആരാണ്, ഇതിൻ്റെ മോട്ടീവ് ആരാണ്? അതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലെ കോലാഹലങ്ങൾ സൃഷ്ടിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത് നടക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെ ഗിമ്മിക്ക് കളിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ സർക്കാരിനെ താറടിക്കുന്ന രീതിയിലും, അപ്പോൾ ഇന്ത്യൻ സർക്കാർ കുറേ എന്താ പറയേണ്ടത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കൊന്നൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കുറേ വിമാനങ്ങൾ തകർന്നു, ഇന്ത്യക്ക് കുറേ ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇവിടുത്തെ MPമാർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവർ പല വീഡിയോസും ഉണ്ടല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തിട്ട് അവരൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഞങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ MPമാർ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വലിയ രീതിയിൽ പ്രചാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ പോലും കൊടുക്കുന്നുണ്ട്. അത് ഇന്ത്യയിലെ MPമാർ, പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് ഇന്ത്യക്കാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചിദംബരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹഷീം മൂസ പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് ആ പാകിസ്ഥാൻകാരാണെന്ന് എന്താണെന്ന് തെളിവെന്നൊക്കെ. അപ്പോൾ അതൊക്കെ പിടിച്ചുകൊണ്ട് പൊക്കിപ്പിടിച്ച് നടക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ആൾക്കാർ. അവിടുത്തെ സോഷ്യൽ മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ പി ചിദംബരത്തിനെ പോലെ ആൾക്കാർ പറയുകയാണ് പെഹൽഗാം ഭീകരാക്രമണത്തെ പാകിസ്ഥാൻകാരല്ല, അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ആൾക്കാരാണെന്ന തരത്തിൽ. അപ്പോൾ അത് വലിയ രീതിയിലെ പ്രചരണം പാകിസ്ഥാനിലും കൊടുക്കുന്നുണ്ട്. അതായത് അവരിപ്പം കൂടുതലായിട്ടും ഈ രാജ്യത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആൾക്കാർ ഒരു സ്റ്റേറ്റ്മെൻറ്റും ലോകസഭയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിന് പിന്നിലുണ്ടോ? ഇത്തരത്തിലുള്ള മയ്യത്ത് നിസ്കാരം നടത്തി അവർ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തിയതിന് പിന്നിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയൊരു പങ്കുണ്ടാവാം. അവരുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഓരോ നടപടി വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, UP-യിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നറിയില്ല. UP-യിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ UP-യിൽ ആർക്കും അങ്ങനെ ചെയ്യാൻ എന്താ പറയുക ഗഡ്സ് ഉണ്ടാവില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ശിക്ഷ കൊടുക്കുമെന്ന് വെച്ചാൽ അവിടെ ഭരിക്കുന്നത് ആൺപിള്ളേരാണ്, യോഗി ആദിത്യനാഥാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആൻറ്റി നാഷണൽ ആക്ടിവിസം ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും, അതായത് ഇത്ര രാജ്യത്ത് നടക്കിയ ഒരു തീവ്രവാദ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഒരാളെ കൊല ചെയ്ത് ഒരു മയ്യത്ത് നിസ്കാരം പോലെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് എടുത്തിട്ട് പോശും ജയിലിലേക്കല്ല കൊണ്ടുപോകുക, എൻകൗണ്ടറിൽ തീർക്കുന്ന രീതിയിലാണ്
യോഗി ആദിത്യനാഥിൻ്റെ സ്റ്റൈൽ. അതായത് പറച്ചിലില്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ പിന്നെ ഡയലോഗ് അടിയില്ല, ഓൺലി പ്രവൃത്തി മാത്രം. അപ്പോൾ അവിടെ എന്തായാലും യു പിയിൽ നിന്ന് അത്തരത്തിലുള്ള വാർത്തകളൊന്നും വരുന്നില്ല. കൂടുതലും ഇപ്പം വരുന്നത് ബംഗാൾ, ബീഹാർ എന്നിലെ കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ ഇപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ബംഗാളിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ കുടിയേറി ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തന്നെയായിരിക്കും ഈ എന്താ പറയുക ഈ ജിഹാദിയെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തിനാലും കേരളത്തിലും സംഭവിച്ചിട്ടുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ആദ്യം ഇത്തരത്തിലുള്ള ഗ്ലോറിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിൽ നിന്നാണ്. അപ്പോൾ എന്തിനാലും ഈ ഇവന്മാരുടെയൊക്കെ ഹെഡ് ഓഫീസ് ഇവിടെയാണല്ലോ. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് നിന്ന് വരുന്ന കമൻറ്റുകളും പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും, നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തിനായാലും രാജ്യത്ത് നടുക്കിയ അത് നിരപരാധികളായ ടൂറിസ്റ്റുകളെ അവരെ ലൈഫിലെ ഏറ്റവും മികച്ച ദിവസങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ വന്ന ആൾക്കാരെ കണ്ണുനീർ കുടിപ്പിച്ച് എന്താ പറയേണ്ടത്, സ്ത്രീകളെ വെറുതെ വിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരറിയണം. അതായത് നീ പോയിട്ട് നരേന്ദ്രമോദിയോട് പോയി പറയാമെന്നാണ് ആ ലേഡി പറഞ്ഞത്. ആ ഒരു ഐക്കോണിക് ഫോട്ടോയിൽ ഒരു കരയുന്ന ലേഡി, അതായത് കൊച്ചിയിലെ ഒരു നേവൽ ഉദ്യോഗസ്ഥൻ മരിച്ചില്ലേ, അപ്പോൾ ആ ലേഡി ഇരുന്ന് കരയുന്ന ആ ഫോട്ടോ ആണ് ഐക്കോണിക് ഫോട്ടോ. അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ അതൊരിക്കലും ആ ഒരു പിക്ചർ ഇന്ത്യയിലെ ഒരു ജനങ്ങൾ 145 കോടി ജനങ്ങൾ ഒരിക്കലും അത് മറക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ ലേഡിയോട് പറഞ്ഞതെന്ന് വെച്ചാൽ പോയി നരേന്ദ്രമോദിയോട് പറയാനാണ്. അപ്പോൾ ആ നരേന്ദ്രമോദിയോട് പോയി ആ ലേഡി പറഞ്ഞു, ശക്തമായ മറുപടി തന്നെ, അതിശക്തമായ രീതിയിൽ. അതായത് ആ കൈരാന ഹിൽസ് അവിടെ ആണവോർജ്ജം സൂക്ഷിച്ച സ്ഥലം പോലും അടിച്ച് നിരപ്പാക്കി എന്നാണ് പറയുന്നത്. ആ ബ്രഹ്മോസ് കൊണ്ടുപോയിട്ടു അവിടെ. അപ്പോൾ എല്ലാ രീതിയിലുള്ള സർവ്വനാശം വരുത്തിയിട്ട് ഏകദേശം 24 ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റിയ കേബിളായ എയർപോർട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ 19 80% ഇന്ത്യ തകർത്തു, ഇന്ത്യയുടെ ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട്. അതിശക്തമായ രീതിയിൽ തന്നെയാണ് മറുപടി കൊടുത്തത്. അതായത് നരേന്ദ്രമോദിയോട് പറഞ്ഞു, മറുപടി കൊടുത്തു. അപ്പോൾ എന്തിനായാലും ഇത്തരത്തിൽ തീവ്രവാദികളെ ഗ്ലോറിഫൈ ചെയ്യുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്തായാലും നിലക്ക് നിർത്തിയേ പറ്റൂ. ഉത്തർപ്രദേശിൽ യോഗി സ്വീകരിക്കുന്ന നടപടി ഇന്ത്യയിൽ മൊത്തം സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.